ഹലോ ഗായ്സ്, വെൽക്കം ടു മിൻ ടോക്ക്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു 2 മാസം പഴക്കമുള്ള വീഡിയോ ആണ്. ഞാൻ 2 മാസം മുന്നേ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അന്ന് എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വിശേഷമുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി എനിക്കന്ന് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡേ ആയിരുന്നു അന്ന്. ഞാൻ ഭയങ്കര വിഷമിച്ച് ഞാൻ ഇറങ്ങിയൊരു ദിവസമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ആഗ്രഹിച്ച ഒരാളുടെ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൂടാൻ പറ്റുന്നതിൻ്റെ സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷമാണ് പോകാൻ പറ്റും എന്നുള്ളത് കൺഫേം ആയത്. അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോയ ജേർണി വന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി PG വന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നത്. BMTC ബസ്സിലായിരുന്നു ഞാൻ പോയിരുന്നത്. എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഞാൻ ഒരു 3 മാസം മുന്നേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പോകാൻ പറ്റും എന്നുള്ളത് പോകുന്നതിൻ്റെ അന്ന് വൈകിട്ടാണ് കൺഫേം ആയത്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ ഒരു എനിക്കന്നൊരു നല്ല ദിവസം ആയിരുന്നില്ല. അതിൻ്റെ കുറേ സ്ട്രെസ്സ് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എനിവേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇതാണ് മിഥുൻ്റെ കൂടെ ആയിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഞാൻ ഫുഡ് വാങ്ങിയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ കഴിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ട്രെയിൻ വന്നിരുന്നത്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ട്രെയിൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറേ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നു. ഓൾറെഡി ലേറ്റ് ആയിരുന്നു. പിന്നെ രാത്രി സമയം ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ലൈറ്റ്സ് ഓഫ് ചെയ്യും. അതിന് മുന്നേ തീർക്കേണ്ട കുറേ വർക്ക് ഉണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ നേരം ഇരുന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു അന്ന് കിടന്നത്. പക്ഷേങ്കിൽ എന്തുകൊണ്ടൊക്കെയോ നാട്ടിൽ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ്, കുറേ നാളിന് ശേഷം എല്ലാവരെയും കാണുന്നതിൻ്റെ ഒരു സന്തോഷം ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. രാവിലെ ഒരു ടൈം ആയപ്പോൾ എണ്ണീറ്റ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുന്നതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലെ ബിൽഡിങ്സും മൊത്തത്തിലുള്ള ഒരു ഭയങ്കര കൺജസ്റ്റഡ് അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് എൻ്റെ നാട്ടിൽ ചെല്ലുന്നത്, എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ എന്നെ പേഴ്സണലി ഭയങ്കര സന്തോഷത്തിലാക്കുന്നു. എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഒരു സ്ഥലം കഴിഞ്ഞ് ആ ബിൽഡിങ്സൊക്കെ മാറി ആ ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും യൂഷ്വലി അപ്പർ ബർത്താണ് പ്രിഫർ ചെയ്യുക ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ താഴത്ത് ഇറങ്ങി അവിടെ വിൻഡോ സീറ്റിലിരുന്ന് ചുമ്മാ വെളിയിലേക്ക് നോക്കിയിരിക്കും. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ തിരുവല്ല സ്റ്റേഷനിൽ വന്നു. നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നെങ്കിലും അപ്പൻ കറക്റ്റ് ടൈമിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കോട്ടയത്തെത്തി വിളിച്ചപ്പോഴേ അപ്പൻ തിരുവല്ല ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു, അപ്പനെ കണ്ടു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക്. പിന്നെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഇത്രയും ദിവസത്തെ വിശേഷം എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് സംസാരിക്കുമ്പോഴും അവരെ നേരിട്ട് കണ്ട് വിവരങ്ങളൊക്കെ ഒന്നുകൂടി പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഒക്കെ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ വന്നു. എൻ്റെ നാട് അയിരൂർ ചെറുകോൽപ്പുഴ എന്ന് പറയും. അവിടെ വന്നു. അമ്മ വീട്ടിൽ വെയിറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അമ്മേനെ കണ്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്കത്തെ കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട്. കാരണം വന്നിട്ട് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാമായിട്ട് ബിസി ആയിട്ട് കുറേ ക്ലിപ്സൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അപ്പൻ എനിക്ക് വേണ്ടി ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ വൈകിട്ട് തലേന്ന് മധുരം വെപ്പ് ഉണ്ടായിരുന്നു, കല്യാണ ഉറപ്പിന് തലേന്ന്. അതിന് പോയി. എൻ്റെ കസിൻ അച്ഛനാണ് കൊണ്ട് അങ്ങനെയൊക്കെ വിട്ട്. അതിന് മൊത്തം വീഡിയോസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഒത്തിരി രാത്രി അപ്പൻ എന്നെ പിന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ റെഡി ആയിട്ട് എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് അപ്പനായിരുന്നു എന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. നമ്മളൊരു ഡാൻസൊക്കെ കളിച്ചു അവിടെ. അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി പഠിച്ചൊരു ഡാൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തല നന്നായിട്ട് എണ്ണയൊക്കെ പരട്ടി വെച്ചിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളെല്ലാം കൂടി ഇരുന്ന് ചായയൊക്കെ കുളിച്ചു. പിന്നെ ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും മാക്സിമം എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പോകാറുള്ളൊരു സ്ഥലമാണ് കോഴഞ്ചേരി പള്ളി എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നൊരു പ്ലേസാണ്. എനിക്ക് ഭയങ്കര അവിടെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര കാം, ഭയങ്കര ഒരു പീസ് കിട്ടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ എനിക്ക് 2 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് കോഴഞ്ചേരി പള്ളിയും ഒന്ന് ഞങ്ങളുടെ കോളേജ് ചാപ്പലും MBC ചാപ്പലുമാണ്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തിരിച്ച് വന്നു. പിന്നെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞ് കിടന്നിറങ്ങി. അടുത്ത ദിവസം രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുകയാണ്. സൺഡേ ആയിരുന്നു അന്ന്. തിരിച്ച് വീണ്ടും പോകണമല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പള്ളിയിലൊക്കെ പോയി. പള്ളി കഴിഞ്ഞ് തിരിച്ച് വന്നു. കുറേ നേരം അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം പത്രമൊക്കെ വായിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അതൊരു പ്രത്യേക ഫീലാണ്. ഞാൻ വീട്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്തോ തിരിച്ചു പോകാൻ ഒട്ടും മനസ്സിലായിരുന്നു. അതിന് നല്ല വിഷമമുണ്ടായിരുന്നു. എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ പോയല്ലോ പറ്റൂ. എങ്ങനെയാണെന്നറിയില്ല, നാട്ടിൽ പോകുന്ന സമയമൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെ ഫീൽ ചെയ്യും. ചെന്നതും അറിയാം, തിരിച്ച് പോരുന്നതും അറിയാം. ഞാൻ പിന്നെ പോയി കുളിച്ചു, പോകാൻ റെഡിയൊക്കെ ആയി, ഭക്ഷണം കഴിച്ചു. പിന്നെ അപ്പം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പനും അമ്മയും കൂടെ ആയിരുന്നു വന്നത്. പിന്നെ അവരെന്നെ കൊണ്ടാക്കി. അതിനുശേഷം അവർ തിരിച്ചു പോയി. ഇനി അടുത്ത വരവിൽ കാണാം. അങ്ങനെ ഞാൻ നാട്ടിൽ പോയ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് കുറേ വീഡിയോസ് ഇൻക്ലൂഡ് ആയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.